പിന്നെ എന്നാ പിന്നെ അത് സയ്യിദാണ്, അഭയാണെന്നല്ലേ ഉള്ളൂ, നമുക്ക് തേടാൻ പറ്റുമോ? അതും ഇമാം നബവി വിശദീകരിച്ചിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അത് വയഅമലു ബിമുഖ്തലാഹു, ഈ അന സയ്യിദ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അതിനനുസരിച്ച് നിങ്ങൾ നോക്കി സയ്യിദാണെന്ന് വിശ്വസിച്ച് എന്നാ പോരാ, അതിനനുസരിച്ച് നിങ്ങൾ പണിയെടുക്കണം, നിങ്ങൾ അഭയം തേടിക്കോ എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാ പിന്നെ സ്വഹാബികൾ ചെയ്തിട്ടുണ്ടോ? പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്തും അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷവും സ്വഹാബികൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ആ സ്വഹാബികളും അവരുടെ മക്കളും അവരുടെ പേരമക്കളും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം തേടിയിട്ടുണ്ട്. കാരണം എന്താ? അവർക്കറിയാം ഇതില്ലാത്ത എന്ന ആയത്തിന്റെ പരിധിയിൽ പെടൂല എന്ന് അവർക്കറിയാം. അതാണ് പ്രശ്നം. പ്രാർത്ഥനയല്ല എന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ സമയ ദൈർഘ്യം ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഏതായിരുന്നാലും സഹാബികൾ ജീവിതകാലത്തും അവിടുത്തെ വഫാത്തിന്റെ സമയം അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചോദ്യോത്തരങ്ങളുടെ സമയമാണ്. ആദ്യം ചോദ്യം ചോദിക്കുന്നത് സുന്നി പക്ഷമാണ്. ചോദ്യത്തിൻ്റെ സമയം 3 മിനിറ്റ്, ഉത്തരത്തിൻ്റെ സമയം 4 മിനിറ്റുമാണ്. ചോദ്യോത്തരം ആരംഭിക്കുകയാണ്. സുന്നി പക്ഷം ചോദ്യം ചോദിക്കുന്നു. ആദരപൂർവ്വം നൗഷാദ് ഹസനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീന വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏതായാലും ആമുഖങ്ങളില്ലാതെ നേരെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. പ്രാർത്ഥന എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിൽ മായം കലർത്തി ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കി ഒടുവിൽ പ്രതികൂട്ടിലായിരിക്കുകയാണ് ഇപ്പോൾ വഹാബികൾ. ചോദ്യം നമ്മുടെ വിഷയം അവതരിപ്പിച്ച ലബ്ബാ മൗലവിയുടെ 1ാമത്തെ വരിയിൽ നിന്ന് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് സഹായാർത്ഥന അള്ളാഹുവോട് മാത്രം. അവിടെ നിന്നാണല്ലോ തുടങ്ങിയത്. അത് നേരത്തെ എൻ്റെ സുഹൃത്ത് ഫൈസൽ ഹസനി പറഞ്ഞു. AP അബ്ദുൽ ഖാദർ മൗലവി, ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സാധാരണ സ്വഭാവമില്ലാത്ത ഏത് സഹായ പ്രതീക്ഷയും തേട്ടവും പ്രാർത്ഥനയാണ്. അപ്പം സാധാരണ സ്വഭാവമില്ലാത്ത ഏത് തേട്ടവും പ്രതീക്ഷയൊക്കെ പ്രാർത്ഥനയാണ് എന്ന് AP അബ്ദുൽ ഖാദർ മൗലവി വിശദീകരിച്ചു. അതുപോലെ സഹായാർത്ഥന അള്ളാഹിനോട് മാത്രമെന്ന് ലബ്ബ മൗലവിയുടെ വിഷയാവതരണത്തിലും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ 1ാമത്തെ ചോദ്യം, ഇനി കേട്ടില്ല എന്ന് പറയേണ്ട, ശരിക്കും ശ്രദ്ധിച്ചോളൂ, വളരെ വ്യക്തമാണ് ചോദ്യം. വിജനമായ ഒരു സ്ഥലത്ത്, വിജന പ്രദേശത്ത് വെച്ച് പ്രയാസത്തിലകപ്പെട്ട ഒരാൾ, അവിടെ ഉണ്ടാകാനിടയുള്ള ജിന്ന്, മലക്ക് എന്നിവർ സഹായിക്കുമെന്ന് കരുതി യാ ഇബാദല്ലാഹി അഈനൂനി, അള്ളാഹുവിൻ്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചാൽ, എന്ന് തേടിയാൽ അത് ഖുർആൻ ശിർക്കാണെന്ന് പറഞ്ഞ പ്രാർത്ഥനയാണോ? അള്ളാഹു അല്ലാത്തവരോട് ചെയ്യൽ ശിർക്കാണെന്ന് പറഞ്ഞ പ്രാർത്ഥനയാണോ അല്ലേ? അതാണ് ഞങ്ങളുടെ 1ാമത്തെ ചോദ്യം. അതെല്ലാവരും മനസ്സിലാക്കണം. ഞങ്ങളുടെ വിഷയാവതരണത്തിലും വിഷയത്തിലും വാദത്തിലും ഒക്കെ പറഞ്ഞ ഒരു സംഗതി, മുജാഹിദ് പ്രസ്ഥാനത്തിന് പ്രാർത്ഥന തിരിയാത്തത് കൊണ്ടാണ് മുസ്ലിമീങ്ങൾ ചെയ്യുന്ന ഇസ്തിഗാസ ഇവര് വളരെ ബോധപൂർവം ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് സമുദായത്തെ നശിപ്പിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ പ്രാർത്ഥന മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. വിജനപ്രദേശത്ത് വെച്ച് അവിടെ ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും സഹായിക്കും എന്ന രൂപത്തിൽ, എന്ന വിശ്വാസത്തിൽ ഒരാൾ യാ ഇബാദല്ലാഹി അഈനൂനി, അള്ളാഹുവിൻ്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറഞ്ഞാൽ അത് അള്ളാഹു അല്ലാത്തവരോട് ചെയ്യൽ ശിർക്കാണെന്ന് പറഞ്ഞ പ്രാർത്ഥന ആണോ അല്ലേ? ആണെങ്കിൽ ആണ് എന്ന് പറയണം, അല്ലെങ്കിൽ അല്ല എന്ന് പറയണം. അതാണ് അതിൻ്റെ മറുപടി. ഞങ്ങൾ ആ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എന്തിനാണ് ഇത് എന്ന് എല്ലാവരും മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ ദീനിൽ മഹാന്മാരായ സ്വഹാബികൾ നമ്മുടെ കേരളത്തിൽ പഠിപ്പിച്ച മഹത്തായ ആദർശത്തിന് തുരങ്കം വെച്ചുകൊണ്ട് 921 ശേഷം കടന്നു വന്ന്
السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. ആദരണീയരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശ പ്രബോധനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രബോധനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഭാഗമാണ് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന കാര്യം. എന്തുകൊണ്ട് ഇത് പറയേണ്ടി വന്നു എന്ന് ഞാൻ വിശദീകരിക്കാതെ തന്നെ ഇവിടെ നടന്ന ചില സംസാരങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, മറുഭാഗത്ത് വിഷയം അവതരിപ്പിച്ച നമ്മുടെ സഹോദരൻ സൂചിപ്പിച്ചതുപോലെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും എന്നിട്ട് ഞങ്ങൾ മധുരപാനീയമാണ് കുടിക്കുന്നത് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ആളുകൾ ഉണ്ടാക്കിയെടുത്തു. കുടിക്കുന്നത് കള്ള് തന്നെയാണ്, പക്ഷെ പറയുന്നത് ഞങ്ങൾ മധുരപാനീയമാണ് കുടിക്കുന്നത്. കള്ളിനെ മധുരപാനീയമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാടുകൾ വളരെ കൃത്യമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ പഠിപ്പിച്ച ഒരു കാര്യം, വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരോട് തന്നെ തേടിയാലും, ആരോട് ദുആ നടത്തിയാലും, ആരോട് പ്രാർത്ഥന നടത്തിയാലും അവർക്ക് ഒരു കാരക്കക്കുരുവിന്റെ മുകളിലുള്ള പാടയുടെ അത്ര പോലും കഴിവില്ല. ഇൻ തദഊഹും ലാ യസ്മഉ ദുആഅകും. നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. അവർ കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യുകയില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും. നിങ്ങളുടെ ദുആ കേട്ടാലും അവർ ഉത്തരം ചെയ്യുകയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. നാളെ പരലോകത്ത് നിങ്ങൾ ഹാജരാക്കപ്പെടുന്ന സമയത്ത് നിങ്ങൾ ചെയ്ത ഈ ശിർക്കിനെ നിങ്ങൾ ആരോടാണോ തേടിയത്, നിങ്ങൾ ആരോടാണോ പ്രാർത്ഥന നടത്തിയത്, നിങ്ങൾ ആരോടാണോ ദുആ നടത്തിയത്, ആ ആളുകൾ നിഷേധിക്കുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ പറഞ്ഞത് കൊണ്ട് തന്നെ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഒരാശങ്കയുമില്ല. നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ അല്ലാഹു അല്ലാത്ത ആരോടെങ്കിലും പ്രാർത്ഥന നടത്തുന്നുവെങ്കിൽ, ആരോടെങ്കിലും പ്രതിസന്ധിയുടെയും പ്രയാസങ്ങളുടെയും സമയങ്ങളിൽ രക്ഷപ്പെടാൻ വേണ്ടി തേടുന്നുവെങ്കിൽ അത് ശിർക്കാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് വിജന പ്രദേശത്തായാലും ശരി, അതല്ല ആളുകളുള്ള പ്രദേശത്തായാലും ശരി, കരയിലായാലും ശരി, കടലിലായാലും ശരി, മഹാനോടായാലും ശരി, നബിയോടായാലും ശരി, ജിന്നിനോടായാലും ശരി, മലക്കിനോടായാലും ശരി, പിശാചിനോടായാലും ശരി, ശിർക്കാണ് എന്ന കാര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് സംശയമില്ല. കാരണം ഈ ആയത്ത്, ഞാൻ ഓതി കേൾപ്പിച്ച ആയത്ത്, അത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് നമുക്കിങ്ങനെ വായിക്കാം. ഇൻ തദഊഹും എന്ന് പറഞ്ഞാൽ എന്താണ്? ദുആ എന്നാൽ വേറെ എന്തോ ഒരു കാര്യമല്ല. ദുആ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് എന്ത്? ഐ ഇൻ തദഊഹും ഇൻ തസ്തഗീസു ബിഹിം ഫിന്നവായിബി. പ്രയാസങ്ങളുടെ സന്ദർഭങ്ങളിൽ നിങ്ങൾ അവരോട് ഇസ്തിഗാസ നടത്തിയാൽ അത് കേൾക്കില്ല, അറിയില്ല, ഉത്തരം ചെയ്യില്ല. ആരൊക്കെ? വയജൂസു അൻ യർജിഅ ഹാദാ മിനൽ മഅബൂദീന മിമ്മാ യഖിൽ. ഇത് കല്ല്, മരം, ബിംബം, വിഗ്രഹം തുടങ്ങിയവർക്ക് മാത്രം ബാധകമല്ല, അത് ആഖിലിനും ബാധകമാണ്. കൽ മലായികത്തി, മലക്കുകളാകട്ടെ, വൽ ജിന്നി, ജിന്നുകളാകട്ടെ, വൽ അംബിയായി, നബിമാരാകട്ടെ, വശയാത്തീനി, പിശാചുക്കളാകട്ടെ. ഇങ്ങനെ ആരോട് തന്നെ ഈ ഒരു തേട്ടം നടത്തിയാലും, ഈ ഒരു പ്രാർത്ഥന നടത്തിയാലും അത് ശിർക്കാണ് എന്ന് തന്നെയാണ് മുജാഹിദുകൾ ഒന്നാമത്തെ ദിവസം മുതൽ പറഞ്ഞത്. ഇന്നും മുജാഹിദുകൾക്ക് അത് തന്നെയാണ് ഈ സമൂഹത്തോട് പറയാനുള്ളത്. ഏതായാലും വളരെ നന്നായിട്ടുണ്ട്. കള്ളാണോ കുടിക്കുന്നത്, ചായയാണോ എന്ന് ഇൻഷാ അല്ലാഹ് ഈ സംവാദം തീരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇരിക്കട്ടെ, ഏതായാലും ഇപ്പോൾ പറഞ്ഞതെന്താ? യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് വിളിക്കുന്നത് ശിർക്കാണോ എന്ന് ചോദിച്ചപ്പോൾ അത് ആ വാക്ക് പറയാൻ അയാൾക്കൊരു ചെറിയ പ്രയാസം ഉണ്ടാവും. ഏതായാകട്ടെ ശിർക്കാണ് എന്നാണല്ലോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വെച്ചത്. അടുത്ത ഞങ്ങളുടെ ചോദ്യം, ഇത് നിങ്ങളുടെ പത്രം ഇസ്ലാഹ് പത്രം, ഞങ്ങളുടേതല്ലല്ലോ ഇസ്ലാഹ് പത്രം. ഇതിൽ നിന്ന് ഞാൻ വായിക്കുന്നു, കേട്ടോളൂ. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഹനീഫി അനസൊന്നും അവിടെ അല്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, ഇൻ ബ്രാക്കറ്റ് മനുഷ്യൻ, മലക്ക്, ജിന്ന്,
എന്നെ സഹായിക്കട്ടെ എന്ന് നിനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിനില്ല. നിങ്ങളെ പത്രമാണ് ഈ പറയുന്നത്, നിങ്ങളുടെ ഇസ്ലാഹ് പത്രം. ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാഹ് പത്രം ശിർക്ക് പ്രചരിപ്പിക്കുന്ന പത്രമാണോ? എന്റെ രണ്ടാമത്തെ ചോദ്യം. മറുപടി പറയണം. ഇതാരാ എഴുതിയത്? നിങ്ങൾക്ക് ഇത്ര കാലം തൗഹീദ് പഠിപ്പിച്ച ജബ്ബാർ മൗലവി. അതാ അതിന് വലിയ രസം. മണ്ണാർക്കാട് ഞങ്ങളുടെ അലവി സഖാഫി ഉസ്താദ്, മളിയേക്കൽ ഉസ്താദ്, അങ്ങോട്ട് മഞ്ചേശ്വരത്ത് പേരോട് ഉസ്താദിന്റെ കൂടെ, അതുപോലെ ആലുവയിലും, അതുപോലെ തന്നെ ഈ അടുത്ത് തലശ്ശേരിയിലും എല്ലാം നേതൃത്വം നൽകിയ, നിങ്ങളെ മുന്നിൽ തലയെ കെട്ടിയിരുന്നിരുന്ന ജബ്ബാർ മൗലവി എവിടെ പോയി? അയാളാ ഇത് പറയുന്നത്. അതാണ് ഞങ്ങൾ പറഞ്ഞത്. മൂവാറ്റുപുഴയിലെത്തിയപ്പോൾ ആ നേരത്തെ തലശ്ശേരിയിലും ആലുവയിലും മണ്ണാർക്കാടും ഉണ്ടായിരുന്ന ജബ്ബാർ മൗലവി മുശ്രിക്കായി എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങളെ രണ്ടാമത്തെ ചോദ്യം, നിങ്ങളെ ഇസ്ലാഹ് പറയുന്നു അഭൗതികമായ തേട്ടം അതിലില്ല, അത് പ്രാർത്ഥനയല്ല എന്ന് ജബ്ബാർ മൗലവി പറയുന്നു. ഇസ്ലാഹ് പറയുന്നു ജബ്ബാർ മൗലവി ശിർക്കിന്റെ പ്രചാരകനാണോ? ജബ്ബാർ മൗലവി മുശ്രിക്കാണോ? മറുപടി പറയണം. ഇസ്ലാഹ് പത്രം വെറുതെ നിങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് പ്രാർത്ഥന തിരിഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് കള്ളും തിരിഞ്ഞിട്ടില്ല, ചായയും തിരിഞ്ഞിട്ടില്ല, തിരിഞ്ഞിട്ടുള്ളത് തിരിഞ്ഞിട്ടില്ല. അതാ നിങ്ങൾക്കുള്ളത്. നിങ്ങൾ മറുപടി പറ. നിങ്ങളെ പത്രല്ലേ നിഷേധിക്ക്. അപ്പൊ ജബ്ബാർ മൗലവി പോയി. പിന്നാരാ പോയത് ഞാൻ വഴിക്ക് കാണിച്ചു തരാം ഇൻഷാ അല്ലാ. നിങ്ങളെ വേറെയും പുസ്തകം ഉണ്ട്. ഇത് ജബ്ബാർ മൗലവി ഇതിനു വേണ്ടി മാത്രം എഴുതിയ പുസ്തകം. വിളിച്ചു ചോദിച്ചോക്കെ, അയാൾ ഉണ്ടാവുമല്ലോ അവിടെ തുറക്കല്. ഫോണിലായിക്കോട്ടെ, വാണി ജിന്നിന്റെ സഹായം തേടിക്കോ. അതുകൊണ്ട് യാ ഇബാദല്ലാഹി അഈനൂനി, വഴിയറിയാതെ വിജനമായ സ്ഥലത്ത് കുടുങ്ങിയ ഒരാൾ അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ അതും ശിർക്കാണെന്നല്ലേ നിങ്ങളെ വാദം? ഹനീഫ് മൗലവി, നിങ്ങളെ തൗഹീദ് പഠിപ്പിച്ച ജബ്ബാർ മൗലവിക്ക് ഇത് തിരിയാതെ പോയോ? മറുപടി പറയണം. അതെന്നെ. അപ്പൊ ജബ്ബാർ മൗലവി ഇത്ര കാലം നിങ്ങളെ പഠിപ്പിച്ചത് നിങ്ങൾ മറന്നുപോയി. അയാളെയും പോലും നിങ്ങൾ മുശ്രിക്കാക്കി. അപ്പൊ ചോദ്യം വ്യക്തമാണ്, ജബ്ബാർ മൗലവി ശിർക്കിന്റെ പ്രചാരകനാണോ? ഇസ്ലാഹ് പത്രം ശിർക്കിന്റെ പ്രചാരകനാണോ? മറുപടി ഞങ്ങൾ കാത്തിരിക്കുന്നു. യാ ഇബാദല്ലാഹി അഈനൂനി എന്നത് ശിർക്കാണ് നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഇതിന് കൂടി കൃത്യമായ മറുപടി പറയും. ഇവിടെ ഇപ്പൊ മൂപ്പര് കാര്യമായിട്ട് വന്നത് ഓരോരുത്തർ എവിടെ പോയി എന്ന് ചോദിക്കാനാണ്. അങ്ങനെയാണെങ്കിൽ കാന്തപുരത്തിന്റെ മരുവൻ അബ്ദുൽ ബാരി മുസ്ലിയാരും ഹസൻ സക്കാഫി ഇസ്മായിൽ സക്കാഫി എവിടെ പോയി എന്ന് ചോദിക്കും. ഇവിടെ ആള് അങ്ങോട്ട് പോയി എന്നുള്ള കണക്കെടുക്കാനല്ല, ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ. നിങ്ങൾ വിചാരിച്ചത് ഞങ്ങൾ പറയില്ല എന്നല്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആദർശം വളരെ കൃത്യമായി പറഞ്ഞു. അത് പറഞ്ഞു. ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഞങ്ങൾക്ക് തിരിഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് തിരിഞ്ഞെന്ന് നിങ്ങൾക്ക് തിരിഞ്ഞത് നിങ്ങൾ തിരിയാതാക്കുകയാണ്. ഇത് നിങ്ങളുടെ സെൻസിങ്. ഈ സെൻസിങ് ഏതാണ്? സെൻസിങ് എന്ന് ഓർമ്മയുണ്ടോ? ഈ സെൻസിങ്ങിന്റെ പ്രത്യേകത നമ്മളുടെ ഈ കുന്നത്തേരി സംവാദത്തെ കുറിച്ച് റിപ്പോർട്ട് വന്ന സെൻസിങ് ആണ്. ഈ സെൻസിങ് 24 ഫെബ്രുവരി 2009 ഈ സെൻസിങ്ങിൽ എഴുതുകയാണ്, ഹനീഫ് കായ് ജിന്നിനെ വിളിച്ച് സഹായം തേടാൻ പറ്റില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞ ഹനീഫ മൗലവി ജിന്ന് സ്പെഷ്യലിസ്റ്റുകളായ ജബ്ബാർ കോക്കസിനെ ഒന്നടങ്കം മുശ്രിക്കാക്കി എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞു. ഈ ജിന്നിനോട് തേടൽ ശിർക്കാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളെ ദേവി. പക്ഷേ ഇപ്പോ അത് നിങ്ങളോട് മറന്നുപോയി. ഞങ്ങൾ അവിടെ പറഞ്ഞത് തക്ബീർ തൊഴിലാളികൾ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുക. ഞങ്ങൾ പറയുന്നു ഈ ഇസ്ലാഹ് മാസികയിൽ വന്നത് അത് ശിർക്കാണ്, അത് ശിർക്കാണെന്ന് ഞങ്ങൾ എഴുതി. ഇനി അയാൾ മുശ്രിക്കാണോ ഇയാൾ മുശ്രിക്കാണോ? അങ്ങനെ ആളെ മുശ്രിക്കാക്കലല്ല ഞങ്ങളുടെ പണി. ഇത് ശിർക്കാണ്. ഞങ്ങളെതിരെ പറഞ്ഞു, ഞങ്ങളത് പ്രഖ്യാപിച്ചു. കേരള ജമിയത്തുൽ ഉലമ ഈ വിഷയത്തിൽ ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടായപ്പോൾ വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തി പഠിപ്പിച്ചു. ചുരുക്കത്തിൽ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കും ഹറാമുമാണ്. കേരള ജമിയത്തുൽ ഉലമ സ്വീകരിച്ചു വന്ന ഈ നിലപാടിനെ ശരിവെക്കുന്ന പണ്ഡിതന്മാരുടെ ഫത്വ കൂടി ആ വിഷയത്തിൽ ഉദ്ധരിക്കുകയും ചെയ്തു. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ ആളുകൾക്ക് ആശയക്കുഴപ്പമുണ്ടാകില്ലേ? ഉണ്ടാകുമല്ലോ. തൗഹീദിന്റെ ആളുകളെ അല്ലാതെ നിങ്ങളെ പഴപ്പിക്കേണ്ട പണി ഇനി പിശാചിനില്ലല്ലോ. ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, ശിർക്കിന്റെ കോട്ട കൊത്തളങ്ങളിൽ ഭക്ഷണം കഴിച്ച് താമസിക്കുന്ന നിങ്ങളെ ഇനി പിശാചിന് തൗഹീദിൽ പഴപ്പിക്കേണ്ടതില്ല. ആ വിഷയത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കേണ്ടത് തൗഹീദ് അംഗീകരിക്കുന്നവരുടെ ഇടയിലാണ്. ആ ആശയക്കുഴപ്പമുണ്ടായപ്പോൾ കേരള ജമിയത്തുൽ ഉലമയും കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനവും കൃത്യമായ
നിലപാട് ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ ഔലിയാക്കളോട് തേടുന്നത് പോലെ, അംബിയായിനോട് തേടുന്നത് പോലെ, മലായികത്തിനോട് തേടിയാലും ജിന്നിനോട് തേടിയാലും, അത് വിജനപ്രദേശത്തായാലും കടലിലായാലും കരയിലായാലും ഹൈവേയിലായാലും ചുരത്തിലായാലും അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല, അള്ളാഹുവിനോടല്ലാതെ തേടാൻ പാടില്ല. അതിനപ്പുറത്ത് ആ പ്രതിസന്ധി ഘട്ടത്തിൽ ജിന്നോ മലക്കോ തങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തേടുന്നത് ശിർക്കാണ് എന്ന് ഇന്ന് പറഞ്ഞതല്ല, ഇപ്പോൾ പറഞ്ഞതല്ല. ഞങ്ങളത് പണ്ടും പറഞ്ഞു. ഞങ്ങളത് പറഞ്ഞു എന്നത് നിങ്ങളോട് മറന്നുപോയി എന്ന് മാത്രം. അത് നിങ്ങളും എഴുതിയതാണ്. ഇതൊരു പുതിയ കണ്ടെത്തലോ ഒരു പുതിയ അഭിപ്രായമോ ഇപ്പോൾ സ്വീകരിച്ച നിലപാടോ അല്ല എന്ന് ഈ സെൻസിംഗ് എങ്കിലും ഒന്ന് മറിച്ചു നോക്കിയാൽ മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി കിട്ടി, അത് ശരിയാണെന്ന് അദ്ദേഹം അംഗീകരിച്ചു. രണ്ടാമത്തെ ചോദ്യത്തിനും മറുപടി പറയുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വാദം ശിർക്കാണ്, ആ വാദം അബദ്ധമാണ്, അത് എഴുതിയത് തിരുത്തേണ്ടതാണ്, അത് മാറ്റേണ്ടതാണ്, അത് അംഗീകരിക്കാൻ പാടില്ല എന്ന കാര്യത്തിൽ കേരളത്തിലെ ഒരു മുജാഹിദിനും സംശയമില്ല, ഒരു മുജാഹിദിനും അത് അംഗീകരിക്കാത്ത പ്രശ്നമില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അല്ലാഹുവിന്റെ കൂടെ വേറെ ആരോടും തേടരുത് എന്നാണ്. അതോദിയ മുജാഹിദുകൾ എങ്ങനെ ജിന്നിനോട് തേടാമെന്ന് പറയും, എങ്ങനെ മലക്കിനോട് തേടാമെന്ന് പറയും? അത് പറയില്ല മുജാഹിദുകൾ. അതേപോലെ തന്നെ ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദുക്കും ബിഅൽഫി മിനൽ മലായികതി മുർദിഫീൻ, ഇതാണ് ഖുർആൻ. അത് പറയുന്ന മുജാഹിദുകൾ ജിന്നിനോട് തേടില്ല. അൽഹംദുലില്ലാഹ്, വളരെ മുതലായിട്ടുണ്ട് നിങ്ങളെ സംവാദം. മുജാഹിദ് പ്രസ്ഥാനത്തിൽ അടുത്ത പിളർപ്പിന്റെ പ്രഖ്യാപന സമ്മേളനമായി നമ്മുടെ ഈ സംവാദം മാറിക്കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. അല്ല അനീഫ് മൗലവി, നിങ്ങൾ സെൻസിംഗ് എടുത്ത് വായിച്ചത് എന്താ? ആലുവയിൽ വന്നപ്പോ തന്നെ ജബ്ബാർ മുശ്രിക്കായിരുന്നു. ആ മുശ്രിക്കിനും കൂട്ടിയിട്ട് ഞങ്ങൾ തലശ്ശേരി വന്നത്. മുശ്രിക്കിനും കൂട്ടിയിട്ടായിരുന്നു നടത്തം. നിങ്ങളെ ജമിയത്തിൽ കൂടെ ഉലമ കൂടിയാൽ എത്ര മുശ്രിക്കുണ്ട്, എത്ര കാഫിറുണ്ട്, എത്ര മുബഹിദുണ്ട് പറയണം ജനങ്ങളോട്. അൽഹംദുലില്ലാഹ്, നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല. ഇത് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, ഇനി കാണാനിരിക്കുന്നു. പഠിച്ചോളൂ ജനങ്ങളെ, മുജാഹിദിന്റെ തൗഹീദ് പൊളിഞ്ഞിരിക്കുന്നു. ജബ്ബാർ മൗലവി മുശ്രിക്ക്, അതുപോലെ തന്നെ സക്കരിയ സുലായി മുശ്രിക്ക്, ഇവരെ കൂട്ടത്തിൽ തന്നെ മുശ്രിക്കുണ്ട്, മുവഹിദുണ്ട്. ഇനി അടുത്തത് കേട്ടോ. മുശ്രിക്ക് യാ ഇബാദല്ലാഹി അഈനൂനി, അള്ളാന്റെ അടിമകളെ സഹായിക്കൂ എന്ന് പറഞ്ഞ മുശ്രിക്കാണെന്നില്ല നിങ്ങളെ വാദം. ഇതാരാണ്? ഇത് നിങ്ങളുടെ ഷൗക്കാനിയുടെ കിതാബ്. ആരാ? ശരിക്കും കേട്ടോളൂ, ചോദ്യം കേട്ടോളൂ. ജബ്ബാറിൽ ഇനി അടുത്തതാ വരാൻ പോകുന്നത്. ആരാ ഷൗക്കാനി? ഇതാ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് രാമുഖം. ഈ പുസ്തകത്തിൽ പറയുന്നു, ഷൗക്കാനി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തെ കുറിച്ച് പുകഴ്ത്തി അവസാനം പറഞ്ഞു, ഇബ്നു അബ്ദുൽ വഹാബിന്റെ പ്രസ്ഥാനത്തിൽ ആകർഷ്ടനായി അൾജീരിയയിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും മൊറോക്കോവിലും ഉദ്ധാരണ പ്രവർത്തനം നടത്തിയ മുജദ്ദിദായി നിങ്ങൾ പരിചയപ്പെടുത്തിയ മിസ്റ്റർ ഷൗക്കാനി, അയാളുടെ കിതാബാണ് തുഹ്ഫത്തുൽ ദാക്കിരീൻ. അയാളതാ പറയുന്നു കേട്ടോളൂ, യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് പറയണമെന്ന് ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അയാൾ പറയുന്നു, വഫിൽ ഹദീസി, ഈ ഹദീസിലുണ്ട് ദലീലുൻ, തെളിവുണ്ട്, അലാ ജവാദിൽ ഇസ്തിയാനതി ബിമല്ലാ യറാഹും മനുഷ്യന്മാര് കാണാത്തവരോട് സഹായം തേടാൻ ഇതിൽ തെളിവുണ്ട്. എന്നിട്ട് പറയുകയാണ്, അതാരാണ്? മിൻ ഇബാദില്ലാഹി മിനൽ മലായികത്തി വസ്വാലിഹിൽ ജിന്നി, ജിന്നുകൾ മലക്കുകൾ ഇവരോട് സഹായം തേടാൻ ഈ ഹദീസിൽ തെളിവുണ്ട്. എന്നിട്ട് പറയുന്നു, വലൈസ ഫീ ദാലിക ബൗസുൻ, വലൈസ ഫീ ദാലിക ബൗസുൻ, ആ സഹായ തേട്ടത്തിൽ ഒരു കുഴപ്പവുമില്ല. മുജാഹിദ് പ്രസ്ഥാനമേ ചോദിക്കട്ടെ, മൂന്നാമത്തെ ഞങ്ങൾ ചോദ്യം, നിങ്ങളെ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കുന്നതിലും അതിന്റെ ഉദ്ധാരണ പ്രവർത്തനത്തിലും പങ്കുവഹിച്ച ഷൗക്കാനി പറയുന്നത്, യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് വിളിച്ചു സഹായം തേടിയാൽ വലൈസ ഫീ ദാലിക ബൗസുൻ, അതിനൊരു കുഴപ്പവുമില്ല. ഇന്നലെ ജനിച്ചങ്ങൾ പറയുന്നു അത് ശിർക്കാണ്. മുജാഹിദ് പ്രസ്ഥാനം എവിടെ നിൽക്കുന്നു? ഇനി നിങ്ങൾ എങ്ങട്ടാ? എണ്ണിക്കോളട്ടോ, എണ്ണം മറക്കണ്ട. ജബ്ബാർ മുശ്രിക്ക്, സക്കരിയ മുശ്രിക്ക്, ഇവരെ കൂടെ ഉണ്ടായിരുന്ന പലരും മുശ്രിക്ക്, ഇപ്പൊ ഉള്ളതിൽ തന്നെ പലരും മുശ്രിക്ക്, അവസാനം ആരും മുശ്രിക്ക്, ഷൗക്കാനി മുശ്രിക്കാൻ പോവാ. നിങ്ങൾ മറുപടി പറയണം. കിതാബിലില്ലേ ഇത്? യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് വിളിച്ചാൽ വലൈസ ഫീ ദാലിക ബൗസുൻ. ഹനീഫ മൗലവി, നിങ്ങളെ നെഞ്ചത്തേക്കാണ് എന്റെ ചോദ്യം. നിങ്ങൾ പറയുന്നു ശിർക്കാണ്, നിങ്ങളെ നേതാവ് ഷൗക്കാനി പറയുന്നു വലൈസ ഫീ ദാലിക ബൗസുൻ, വലൈസ ഫീ ദാലിക ബൗസുൻ. മുജാഹിദികളെ നിങ്ങളും പഠിച്ചോ ഇത്?
ഫൈസൽ ഹസനിയെ പുറകിലിരുത്തി അദ്ദേഹം ഉന്നയിച്ച ഒരു പരാമർശത്തിന് ഇങ്ങനെ നൗഷാദ് ഹസനി മറുപടി പറയേണ്ടതില്ലായിരുന്നു. കാരണം ഫൈസൽ ഹസനി 1-2 പ്രാവശ്യം ചോദിച്ചു, നിങ്ങൾ പ്രമാണങ്ങളിൽ അടിയുറച്ച് നിൽക്കണ്ടേ, എന്താ നിങ്ങൾ പ്രമാണങ്ങളിൽ നിൽക്കാത്തത്? ഇതാണല്ലോ മുജാഹിദ് പ്രമാണങ്ങൾ. അത് ആ മറുപടി എന്നെ കൊണ്ട് പറയിക്കാനാകണം ഈ ചോദ്യം ചോദിച്ചത്. മുജാഹിദികൾ പ്രമാണത്തിലാണ് അടിയുറച്ച് നിൽക്കുന്നത്. മുജാഹിദികൾ ഷൗക്കാനിയുടെ പിന്നിലല്ല, മുജാഹിദികൾ ഇബ്നുൽ ഖയ്യിമിന്റെ പിന്നിലല്ല, മുജാഹിദികൾ ഇബ്നു തൈമിയയുടെ പിന്നിലല്ല, മുജാഹിദികൾ ഇമാം ഷാഫിയുടെ പിന്നിലല്ല, മുജാഹിദികൾ ഇമാം മാലിക്കിന്റെ പിന്നിലല്ല, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പിന്നിലല്ല. മറിച്ച് അവരാര് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ തെളിവുദ്ധരിച്ചോ അവരുടെ പിന്നിലാണ് മുജാഹിദികൾ നിൽക്കുന്നത്. ആ പ്രമാണത്തിന്റെ പിന്നിലാണ് മുജാഹിദികൾ നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോഴോ മുജാഹിദികൾ ഇമാം ഷാഫി പറഞ്ഞ പ്രമാണത്തിന് പിന്നിൽ നിൽക്കുന്നു, മുജാഹിദികൾ ഇമാം മാലിക് പറഞ്ഞ പ്രമാണത്തിന് പിന്നിൽ നിൽക്കുന്നു, മുജാഹിദികൾ ഇമാം അബൂ ഹനീഫ പറഞ്ഞ പ്രമാണത്തിന് പിന്നിൽ നിൽക്കുന്നു, മുജാഹിദികൾ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞ പ്രമാണത്തിന് പിന്നിൽ നിൽക്കുന്നു, മുജാഹിദികൾ ഷൗക്കാനി പറഞ്ഞ പ്രമാണത്തിന് പിന്നിൽ നിൽക്കുന്നു, മുജാഹിദികൾ ഈ പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞ പ്രമാണങ്ങൾക്ക് പിറകിൽ നിൽക്കുന്നു. ഇവിടെ ഷൗക്കാനിക്ക് പോലും നിങ്ങൾ പറഞ്ഞ വാദം ഉണ്ട് എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ. മഹാന്മാരോട് നടത്തുന്ന ഇസ്തിഗാസ അത് പ്രാർത്ഥനയല്ല, അത് അനുവദനീയമാണ് എന്ന വാദം ഷൗക്കാനിക്കുമില്ല. ഈ പറഞ്ഞതോ ഷൗക്കാനി പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതല്ല. അദ്ദേഹത്തിന്റെ ഈ വീക്ഷണം ശരിയല്ല. എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആൻ പറഞ്ഞ പണ്ഡിതന്മാർ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ച കാര്യവുമായി ഇത് വിയോജിക്കുന്നു എന്നതുകൊണ്ട് തന്നെ. അതുകൊണ്ട് അദ്ദേഹം കാഫിറായി, മറ്റേയാള് കാഫിറായി, നിങ്ങളുടെ കൂട്ടത്തിൽ ആരൊക്കെയാ കാഫിർ ഉണ്ടാകുക എന്നൊക്കെയാണല്ലോ. അപ്പോ ഒരാളെ കാഫിറാക്കിയ ആളാണോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള നേതാവ്? നിങ്ങളുടെ നേതാവ് ഈ കെ കാഫിറാക്കിയ ആളാണല്ലോ. അയാൾ ഈ കെ കാഫിറല്ലെങ്കിൽ ആ കുഫർ തിരിച്ചു വരുന്നത് നിങ്ങളുടെ പ്രസിഡന്റിനാണല്ലോ. പ്രസിഡന്റ് തന്നെ കാഫിറാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള കാര്യം പറയേണ്ടതില്ലല്ലോ. ആലോചിച്ച് നോക്കൂ, ഒരു യോഗത്തിന്റെ അധ്യക്ഷൻ തന്നെ ആരായി മാറുകയാണ്? ആ ഈ കെ കാഫിർ അല്ലെങ്കിൽ ഉള്ളാളായി മാറുകയാണ്. അങ്ങനെയല്ലേ? അപ്പോ അതേപോലെ തന്നെ പണ്ട് കഴിഞ്ഞു പോയ ആളുകൾ കേവി കാഫിറാണെന്നല്ലേ ഖുർആൻ പരിഭാഷപ്പെടുത്തിയതിന്റെ പേരിൽ, അതിൽ ഖുർആനിലെ ആയത്തുകൾക്ക് അർത്ഥം കൊടുത്തതിന്റെ പേരിൽ സത്യനിഷേധിയാണെന്നല്ലേ? അപ്പോ ഈ ജാതി സത്യനിഷേധികളുടെ പേരൊക്കെ കേട്ടുമ്പോ നവ്വറല്ലാഹു മർഖദഹു എന്നും ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് എന്നൊക്കെ ചൊല്ലിയിരിക്കുന്ന ആളുകളാണെങ്കിൽ അതേ ചോദിക്കുകയുള്ളൂ. ഞങ്ങളുടെ നിലപാട് കൃത്യമാണ്. അല്ലാഹുവല്ലാത്ത ആരോടും, അത് ജിന്നാകട്ടെ, മലക്കാകട്ടെ, അതല്ലെങ്കിൽ മനുഷ്യന്മാരാകട്ടെ, മഹാത്മാക്കളാകട്ടെ, ആരായാലും അവരോട് തേടാമെന്നതിന് ഷൗക്കാനി അങ്ങനെ തേടാമെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞ ജിന്നുകളും മലക്കുകളും ഉള്ള വിഷയമാകട്ടെ, അതിന് അദ്ദേഹം തെളിവ് ധരിച്ചിട്ടില്ല. ഷൗക്കാനിയുടെ ഒരു വാദത്തെ അങ്ങനെ തന്നെ പിൻപറ്റേണ്ട ഒരു ബാധ്യത മുജാഹിദികൾക്കില്ല. ഷൗക്കാനിയെക്കാളൊക്കെ എത്രയോ വലിയ പണ്ഡിതനല്ലേ ഇമാം ഷാഫി? ഷൗക്കാനിയേക്കാൾ വലിയ പണ്ഡിതനല്ലേ ഇമാം അബൂ ഹനീഫ? ഷൗക്കാനിയേക്കാൾ വലിയ പണ്ഡിതനല്ലേ ഇമാം മാലിക്? അവരുടെ വീക്ഷണത്തിൽ അബദ്ധം വരാം എന്ന കാര്യത്തിൽ ലോകത്താർക്കെങ്കിലും തർക്കമുണ്ടോ? ഇമാം മാലിക്കിന് അബദ്ധം വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമുണ്ടോ? വീക്ഷണത്തിൽ കർമ്മശാസ്ത്രപരമായ മസലകളാണെങ്കിൽ പോലും വീക്ഷണങ്ങളിൽ അബദ്ധം വന്നിട്ടുണ്ട്. അത് പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാർ തിരുത്തിയിട്ടുമുണ്ട്. മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം ഫൈസൽ ഹസനി സൂചിപ്പിച്ചതുപോലെ മുജാഹിദികൾ പ്രമാണങ്ങളോടൊപ്പമാണ്. അത് തുറന്നു പറയാൻ ഈ ഒരു ചോദ്യം ചോദിച്ചതിന് പ്രത്യേകമായി ഞാൻ നൗഷാദ് ഹസനിക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഏതായാലും തങ്ങളുടെ വാദം, ആ വാദവുമായി ബന്ധപ്പെട്ട് ഈ വിഷയമൊന്ന് ആളുകൾ പഠിക്കട്ടെ. ഞങ്ങളുടെ അരികിലുള്ള ആദർശത്തിന്റെ കനം ജനങ്ങളൊന്നറിയട്ടെ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ചോദ്യം പോലും ഉന്നയിക്കാൻ കഴിയാതെ ഈ വിഷയത്തിൽ കെട്ടിത്തിരിഞ്ഞു പോകേണ്ട ദുരവസ്ഥയാണ് നിങ്ങൾക്കുണ്ടായിരിക്കുന്നത്. അപ്പോ ഷൗക്കാനിയും പുറത്ത്. എന്താ ഇപ്പോ ജബ്ബാർ പുറത്ത്, സക്കരിയാസലായി പുറത്ത്. അല്ല, ഇനിയിപ്പോ മുജാഹിദികൾ ആര് പറഞ്ഞതാ സ്വീകരിക്കേണ്ടത്? കായക്കൊടി പറഞ്ഞതാ? ഇവർ പറഞ്ഞതൊക്കെ തെറ്റ്, എല്ലാം തെറ്റ്. മൂപ്പര് പറയാൻ പ്രമാണം പറഞ്ഞിട്ടില്ല. എങ്ങനെ ഷൗക്കാനി തുടങ്ങിയത്? വഫിൽ ഹദീസി ദലീലുൻ, പ്രമാണമല്ലേ പറഞ്ഞത്? എവിടെന്നാ ഇനിയിപ്പോ മല എഴുന്നേറ്റ് വരുന്നത്? പിന്നെ മൂപ്പർക്ക് കിട്ടിയത് കഫറിന്റെ അർത്ഥം. അത് ബാലുശ്ശേരിനോടൊന്ന് ഫോൺ ചെയ്ത് ചോദിച്ചാൽ മൂപ്പര് പുറത്താകത്തോന്ന് അല്ലാഹു അലം. മുജാഹിദ് ബാലുശ്ശേരിക്ക് പോലും പറയാം കഫറൊക്കെ എത്ര വേനുണ്ട്. അത് കായക്കൊടിക്ക് തിരിയാതെ പോയത് വളരെ അത്ഭുതമായി പോയി.
അതുകൊണ്ട് അതിലിടപെട്ട് വിഷയം മാറ്റാൻ ഞങ്ങൾ സമ്മതിക്കൂല. നിങ്ങൾക്ക് എന്താ പറ്റിയത് എന്നറിയോ? അത് ഈ പുതിയ ലക്കം അൽമനാറിലുണ്ട്. ഇജ്തിഹാദ് വർദ്ധിക്കുന്നു. കണ്ടോനും കേട്ടോനൊക്കെ ഇജ്തിഹാദ് ഇയാളെ സമ്മതം കൊടുത്തു. കരിമ്പിൻ കൂട്ടത്തിലേക്ക് ആനകളെ കെട്ടയച്ചു വിട്ടതുപോലെ നിങ്ങൾ കെട്ടയച്ചു വിട്ടു. ഗവേഷണം എവിടെയെന്ന് പോലും നിങ്ങൾക്ക് അറിഞ്ഞില്ല. അതാ നിങ്ങൾക്ക് പറ്റിയ അബദ്ധം. ഉപരി പറയാ വീക്ഷണ വ്യത്യാസം ഉണ്ടാവില്ല. ശിർക്ക് തൗഹീദ് വ്യത്യാസത്തിലാണോ മൗലവി? എവിടുന്ന് എഴുന്നേറ്റ് വരാ ഇയാളൊക്കെ? അങ്ങനുണ്ടോ ഒരു വീക്ഷണ വ്യത്യാസം? ഇത് തൗഹീദ് ശിർക്കിന്റെ വിഷയാ. യാ ഇബാദല്ലാഹി അയ്യൂനി എന്ന് വിളിച്ചാൽ അത് മുവഹിദ എന്ന ഷൗക്കാനിയുടെ വാദം, ജബ്ബാർ മൗലവിയുടെ വാദം. പിന്നെ മൂപ്പർക്ക് വലിയ സന്തോഷമായി ഞാൻ ചോദിക്കുമ്പോൾ. കാരണം സക്കരിയ സലാഹിനോട് പണ്ടേ മൂപ്പർക്ക് ഭയങ്കര ഉറപ്പാ. അത് അയാളെ പുറത്താക്കാനും ജബ്ബാറിനെ പുറത്താക്കാനുള്ള ഒരു അവസരം കിട്ടിയല്ലോ, അതിന് മൂപ്പര് നന്ദി പറഞ്ഞതാണ്. തിരിച്ചങ്ങോട്ടും നന്ദി. നിങ്ങളതൊന്ന് പൊളിച്ച് കയ്യിൽ കൊടുക്കണം തന്നെ ഞങ്ങളും വിചാരിച്ചത്. ഇനി കേട്ടോ, അടുത്ത ആള് കഴിഞ്ഞിട്ടില്ല. ഒന്ന് ജബ്ബാർ മൗലവി, പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന ഷൗക്കാനി. ഇനിയോ ഞങ്ങളുടെ എല്ലാവരുടെയും നേതാവ് ബഹുമാനപ്പെട്ട ഇമാമുൻ നബവി റഹിമഹുല്ലാഹ്, ലോകത്ത് തർക്കമില്ലാത്ത മഹാൻ. കണ്ടില്ലേ നിങ്ങൾ എന്താണ് ഇമാം നബി തങ്ങൾ പറഞ്ഞത്? വകുന്തു അന മറത്തൻ മഅ ജമാഅ, ഞാൻ ഒരു ദിവസം ഒരു സംഘത്തിന്റെ കൂടെ പോവുകയായിരുന്നു. ഫംഫലതത് മിൻഹാ ബഹീമ, അതിൽ നിന്നൊരു വാഹനം നഷ്ടപ്പെട്ടു. വഅജസു അൻഹാ, വാഹനം എവിടെയെന്ന് കാണുന്നില്ല. ഫഖുൽതുഹു, ഞാൻ പറഞ്ഞു യാ ഇബാദല്ലാഹി അയ്യൂനി എന്ന് പറഞ്ഞു. ഫവഖഫതു ഫിൽ ഹാൽ, അപ്പൊ തന്നെ വാഹനം അവിടെ വന്നു നിന്നു. എന്നിട്ട് പറയാണ് കേട്ടോ, ബിഗൈരി സബബിൻ സിവ ഹാദൽ കലാം, ഞാൻ ഈ പറഞ്ഞ യാ ഇബാദല്ലാഹി അയ്യൂനി, അല്ലാഹുവിന്റെ അടിമകളെ സഹായിക്കണേ എന്ന ഈ വാക്ക് അല്ലാത്ത ഒരു കാരണവും വാഹനം തിരിച്ചു കിട്ടിയതിന്റെ പിന്നിലില്ല. വളരെ കൃത്യമല്ലേ? ഞാൻ ചോദിക്കട്ടെ, യാ ഇബാദല്ലാഹി അയ്യൂനി എന്ന് പറഞ്ഞാൽ ശിർക്കാണെന്നല്ലേ നിങ്ങളെ വാദം? നബവി ഇമാം മുശ്രിക്കാണോ? നബി ഇമാമിനെ എന്തല്ല നിങ്ങൾ? നിങ്ങൾക്ക് മാത്രം ഒരു പ്രമാണം തിരിയാ, നബി ഇമാമിന് തിരിയില്ല, ഷൗക്കാനിക്ക് തിരിയൂല, ഒരാണിക്കും തിരിയൂല. നിങ്ങൾക്ക് ആർക്ക്? നമ്മളെ കായക്കൊടിക്കോ അപ്പുറത്ത് അനസുമോലിയും ലബ്ബനും കൂടി കൂട്ടിക്കോ. നിങ്ങളെ മുജാഹിദുകൾ തന്നെ എഴുതി തള്ളും. ഈ സംവാദം മുജാഹിദുകളാണ് കേൾക്കേണ്ടത്. എ പി അബ്ദുൽ ഖാദിർ മൗലവി, അയാൾ നേതൃത്വം നൽകുന്ന ഗ്രൂപ്പും സക്കരിയ ഗ്രൂപ്പും വരട്ടെ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തകർച്ചയുടെ ഉന്നതയിലാണ് ഞങ്ങൾ അണിതറച്ചുകൊണ്ടിരിക്കുന്നത്. കഴിയില്ല മക്കളെ നിങ്ങൾക്ക്. അതുകൊണ്ട് എന്റെ നാലാമത്തെ ചോദ്യമാണ്, നബവി ഇമാം മുശ്രിക്കാണോ? പറയണം. നബവി ഇമാമാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു. ബെല്ലടിച്ചത് ബെല്ലിന് പകരം വിസിലായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഫുട്ബോളിൻ്റെ നാട്ടിൽ നിന്നായതുകൊണ്ട് വിസിലാണ്. ബെല്ലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ അത് കേൾക്കായൊക്കെ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരു അരമിനിറ്റിൻ്റെ അടുത്ത് അധികമായി വന്നിട്ടുണ്ട്. അത് ഹനീഫ് മൗലവിക്ക് കൂടി അനുവദിച്ചു കൊടുക്കുന്നതാണ്. ഹനീഫ് മൗലവി തുടരുന്നു. ഇവിടെ ഈ വിഷയത്തിൽ ലോകത്തുള്ള പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതുകൊണ്ടാണല്ലോ മുജാഹിദുകൾ ഈ നിലപാട് വളരെ കൃത്യമായി പറഞ്ഞത്. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങളാണ്. ഇവിടെ തുഹഫത്തുൽ ദാക്കിരീൻ ഉദ്ധരിച്ചല്ലോ, ഈ ഹദീസിനെ പറ്റി ചർച്ച ചെയ്യുന്നിടത്ത് രേഖപ്പെടുത്തിയത് പണ്ഡിതന്മാർ പറയുന്നത് കാണാം. ആ ഹദീസ് സ്വീകാര്യമാണോ അല്ലേ എന്നൊരു ചർച്ച ബാക്കി നിൽക്കുന്നു. ഈ സ്വീകാര്യമല്ലാത്ത ഒരു ഹദീസ് ഇവിടെ നമ്മൾ പോലും പ്രമാണം എഴുതലെന്താ? സ്വഹീഹായ ഹദീസ് എന്നാണ്. അപ്പോൾ ഈ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഷൗക്കാനി പ്രകടിപ്പിച്ച വീക്ഷണം, ആ വീക്ഷണത്തോട് മുജാഹിദുകൾ യോജിക്കുന്നില്ല എന്ന് കൃത്യമായി ഞാനിവിടെ പറഞ്ഞു. ഇനി ഇമാം നവവി പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചു, ലോകത്ത് കഴിഞ്ഞു പോയ പണ്ഡിതന്മാർക്കിടയിൽ പല കാര്യങ്ങളിലും വ്യത്യസ്തമായ വീക്ഷണമുണ്ട്. ഇവിടെ ശവ്വാലിലെ 6 നോമ്പ് ബിദ്അത്താണ് എന്നതാണ് ഇമാം മാലിക്കിന്റെ വീക്ഷണം. അതുകൊണ്ട് അദ്ദേഹം മുബ്തദിയാണെന്ന് പറയുമോ? അദ്ദേഹം ബിദ്അത്താണ്, ഒരു സുന്നത്തിനെ നിഷേധിച്ച ആളാണെന്ന് പറയുമോ? അതേപോലെ തന്നെ പണ്ഡിതന്മാർക്കിടയിൽ അത്ര ഗൗരവമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന കാര്യങ്ങൾ അത് ശരിയല്ല, അത് അംഗീകരിക്കേണ്ടതില്ല, അത് ചെയ്യേണ്ടതില്ല എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സുന്നത്തായി വരാത്ത കാര്യങ്ങൾ അത് സ്വീകരിക്കുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ഇമാം നവവി പറഞ്ഞത് വസുന്നത്തു മുഖദ്ദമത്തുൻ അലാ മാ ഖാലഹു വഅലാ മാ ഖാല. നബി ഇമാം മാലിക് റഹിമഹുല്ലാ പറഞ്ഞതിനേക്കാൾ നാം മുന്തിക്കുന്നത് സുന്നത്തിനെയാണ്. അത് പണ്ഡിതന്മാർ അംഗീകരിച്ച ഒരു കാര്യമാണ് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഇനി മാത്രമല്ല, ഇമാം നവവിയെ തന്നെ തള്ളിയതായി നമുക്ക് കാണാൻ കഴിയും. ഇബ്നു ഹജർ
ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്തുകൊണ്ട് പറയാണ്, ഇമാം നവവിയുടെ പ്രസ്തുത പരാമർശം സത്യവുമായി ബഹുദൂരം അകലെയാണ്. ഇമാം നവവിയുടെ പരാമർശം സത്യവുമായി ബഹുദൂരം അകലെയാണ്. ഇത് എടുത്തു വെച്ചിട്ട് ഒരാൾ ചോദിക്കുക, ഓ അപ്പൊ ഇമാം നവവി കള്ളനാണെന്ന് നിങ്ങൾ പറയുമോ? ഇമാം നവവി അസത്യത്തിന്റെ ആളാണെന്ന് പറയുമോ? ഇതൊക്കെ കിതാബ് ഓതി എന്ന് വിചാരിക്കുന്ന കുറച്ച് ആളുകളെ മുമ്പിലിരുത്തി അവരെ കൊണ്ട് തക്ബീർ ചൊല്ലിക്കാൻ പറ്റും. സാധാരണക്കാര്, ഈ വിഷയം പഠിക്കുന്ന സാധാരണക്കാരുടെ മുമ്പിൽ നിങ്ങളുടെ ചോദ്യത്തിന് പ്രസക്തിയില്ല എന്നവർ മനസ്സിലാക്കും. ആ ചോദ്യത്തെ അവർ തള്ളിക്കളയും. ഇവിടെ വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, സ്വഹീഹായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ, ഇജ്മാഇന്റെ അടിസ്ഥാനത്തിൽ, അതേപോലെ ഖിയാസിന്റെ അടിസ്ഥാനത്തിൽ അവിടെയാണ് തെളിയിക്കേണ്ടത്. ഞങ്ങൾ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, അല്ലാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥന നടത്തേണ്ടത്. അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥന നടത്തുന്നവർ വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ ഉത്തരം കിട്ടാത്ത ആളുകളോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നവനേക്കാൾ പിഴച്ചവൻ വേറെ ആരുണ്ട്? അതിൽ ഈസാ നബി പെട്ടു, അതിൽ ഉസൈർ പെട്ടു, അതിൽ മലക്കുകൾ പെട്ടു, അതിൽ ജിന്നുകൾ പെട്ടു, അതിൽ മഹാമാരി പെട്ടു. ആരോടും തേടാൻ പാടില്ല. ഇത് ഖുർആനിന്റെ കൽപ്പനയാണ്. അതിനെതിരായി അല്ലാഹു അല്ലാത്തവരോട് കാന്തപുരം സമസ്തക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്തിഗാസ, അത് ഈ ആളുകൾ നടത്താമെന്ന് വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, അതേപോലെ നാം എഴുതിയ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കാനുള്ള സമയം ലഭിച്ചിട്ട് അത് തെളിയിക്കാൻ കഴിയാതെ ഒരു ഇസ്ലാഹ് മാസികയും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും മാത്രം പൊക്കിപ്പിടിച്ച് വരേണ്ടി വന്ന ഗതികേട് ജനങ്ങൾ മനസ്സിലാക്കി. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഇന്നലെയും പറയാൻ തുടങ്ങിയതല്ല, നിങ്ങൾ തന്നെ അംഗീകരിച്ചു. ഞങ്ങളത് മുമ്പേ പറഞ്ഞതാണ്. ഈ വാദം തെറ്റാണ്, ഈ വാദം പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് കുന്നത്തേരി സംവാദത്തിൽ വെച്ച് തന്നെ മുജാഹിദുകൾ പറഞ്ഞു. അതുമല്ല, കോട്ടക്കൽ സംവാദത്തിൽ വെച്ച് മുജാഹിദുകൾ ഞങ്ങളെ അത് പഠിപ്പിച്ചുവെന്ന് ഈ ഫൈസൽ ഹസനി പ്രസംഗിച്ചല്ലോ. കുന്നത്തേരി വെച്ച്, കോട്ടക്കലിൽ വെച്ച് ഞങ്ങൾ നിങ്ങളെ അത് പഠിപ്പിച്ചു. പക്ഷേ നിങ്ങളൊന്നും പഠിക്കില്ല, പുതിയതൊന്നും പഠിക്കില്ല. പഠിച്ചു വെച്ച ചില കാര്യങ്ങളൊട്ട് മറക്കുകയുമില്ല, അതൊട്ടൊഴിവാക്കുകയുമില്ല തെറ്റാണെങ്കിലും എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിന് ഞങ്ങൾക്ക് മറ്റ് നിവൃത്തിയൊന്നുമില്ലല്ലോ. കോട്ടക്കൽ സംവാദത്തിൽ പഠിപ്പിച്ചു. ഇനി മുജാഹിദ് എന്ന് പറഞ്ഞ സാധനം ഒരു സ്ഥലത്തുനിന്ന് ഒന്ന് പറയും, അപ്പുറത്തുനിന്ന് വേറെ പറയും. ഇതിന്റെ പേരാ മുജാഹിദ് പ്രസ്ഥാനം. അതാ ഞങ്ങൾ ഈ പറയുന്നത്. മുജാഹിദിന്റെ ആളുകൾ 4 ആൾ കൂടിയ 4 ആൾക്ക് 4 മദ്ഹബ. അവിടെയാ പ്രശ്നമുള്ളത്. കോട്ടക്കൽ അങ്ങനെ പറഞ്ഞു, അപ്പൊ തന്നെ ജബ്ബാർ മൗലവികളെ കൂടെ ഉണ്ട്, അയാളത് പറയുന്നില്ല. അപ്പൊ മുശ്രിക്കും മുബഹിദിനും കൂടിയ സംഗമമാണ് നിങ്ങളെ സംഗമം. നിങ്ങൾക്കുണ്ടോ ഞങ്ങളെ തൗഹീദ് പഠിപ്പിക്കാൻ അവകാശം? എവിടുന്ന് എഴുന്നേറ്റ് വരിക? പിന്നെ മൂപ്പര് പറയാണെന്ത്? വീക്ഷണ വ്യത്യാസം. നിങ്ങള് നമ്മളെ 1ാം ക്ലാസ് മുതൽ പഠിക്കണം അരിഫ് മൗലവി. എവിടുന്നാ മൗലവി നിങ്ങൾ നീച്ചു വരുന്നത്? വീക്ഷണ വ്യത്യാസം അഖീദയിലും തന്നെ. എന്നൊരു ഉദാഹരണം പറഞ്ഞത് 6 നോമ്പ്, അത് ഫർഇയായ ഫിഖ്ഹിന്റെ വിഷയ മൗലവി. വായിച്ച നബി ഇമാമിന്റെ അതും ഫിഖ്ഹിന്റെ കാര്യം. ഇത് അല്ലാഹു നിങ്ങളെ പുസ്തകം കേട്ടോ, അല്ലാഹു എന്നുള്ള പുസ്തകം കേട്ടോളൂ. ഇത് നിങ്ങൾ അബ്ദുൽ ഹഖ് സുല്ലമിയുടെ പുസ്തകം. ഇതിൽ പറയുന്നത് കേട്ടോളൂ, കർമാനുഷ്ഠാന കാര്യങ്ങളിലും മറ്റുമാണ് പ്രവാചക സമൂഹങ്ങളിൽ വ്യത്യസ്തത കാണുന്നത്. ബാക്കി കേട്ടോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് ഇജ്തിഹാദിന് അനുവാദമുള്ളതും ഈ കർമാനുഷ്ഠാന കാര്യങ്ങളിലും ഫിഖ്ഹിന്റെ മറ്റു ഭാഗങ്ങളിലുമാണ്. എവിടെ ഇജ്തിഹാദ് ചെയ്യേണ്ടത്? അപ്പോഴല്ലേ വീക്ഷണ വ്യത്യാസം വരിക. അത് ഫിഖ്ഹിന്റെ കാര്യത്തിലാ. ഇവിടെ എന്താ വിഷയം എന്നറിയോ? യാ ഇബാദല്ലാഹ്, മൂപ്പരിപ്പോ ദഈഫാണോ സ്വഹീഹാണോ ശിർക്കാണോ അല്ലെന്നൊന്ന് തീരുമാനിക്കുക, എന്നിട്ട് നമുക്ക് ദഈഫിൽ പോട്ടോ. നിങ്ങളെ പ്രസ്ഥാനം തന്നെ ദഈഫായി. ലപ്പ നേരത്തെ പറഞ്ഞു കേട്ടില്ലേ, ഇതിന്റെ ഹുക്മ് സുന്നത്ത്. മൂപ്പർക്ക് അതാ ബേജാറ്, ഇത് ശിർക്കല്ല എന്നൊന്ന് പറഞ്ഞാ. അപ്പൊ ഹുക്മ് ഞങ്ങൾ പറഞ്ഞു തരാം. അള്ളാന്റെ വിശേഷണം കൊടുത്തു ലബ്ബ മൗലവി. ഓ എന്റെ ചങ്ങായി, റഊഫുർ റഹീം നബിതങ്ങൾക്കല്ലേ ഖുർആൻ കൊടുത്തത്? ശിർക്ക എവിടെ നിന്ന് എഴുന്നേറ്റ് വരിക അതൊക്കെ? അതുകൊണ്ട് ഞങ്ങൾ ഇത് ജനങ്ങളോട് പറയും. ഇത് കാണുന്ന ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നു. ഏയ് വരിക്ക് പിടിച്ചോ, നിങ്ങളെ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയ സൗക്കാനി ഔട്ട്. മുമ്പ് ബാലുശ്ശേരി പറഞ്ഞല്ലോ 5 ലക്ഷം ബാക്കിയൊക്കെ ഔട്ട്. ഇപ്പൊ നിങ്ങൾ തന്നെ ഔട്ടായി പോയി. ബാലുശ്ശേരിയെ കാണാനില്ല, ബാലു ഔട്ടായി പോയല്ലോ. നിങ്ങൾ തന്നെ ഔട്ടാ. എന്താ പറ്റിയത്? ജബ്ബാർ മൗലവി എന്ത് വീക്ഷണ വ്യത്യാസമാണോ? ശിർക്ക് തൗഹീദിൽ അങ്ങനെ ഉണ്ടോ? രണ്ടും രണ്ടാണ്. ഒന്ന് അഖീദ, ഒന്ന് ഫിഖ്ഹ്. ഫിഖ്ഹിൽ വീക്ഷണ വ്യത്യാസം മുജ്തഹിദുകൾക്കിടയിൽ, നിങ്ങൾക്കിടയിൽ പറ്റൂല.
പറ്റൂ. അതേ സമയത്ത് അഖീദയിൽ എവിടെ നിങ്ങൾ ഒരു യോഗം കൂടിയാൽ ഒരാൾ മുഅ്മിൻ, വേറൊരാൾ മുശ്രിക്ക്, വേറൊരാൾ കാഫിർ, അങ്ങനെ ഉണ്ടോ? ഒരു വീക്ഷണ വ്യത്യാസം എവിടെ നിന്ന് കിട്ടിയതാ നിങ്ങൾക്കിത്? അതുകൊണ്ട് പിന്നെ നബവി ഇമാം ശിർക്ക് ചെയ്തു എന്ന് പറയാൻ എന്താ ഒരു പേടി? നിങ്ങൾ പറഞ്ഞനുസരിച്ച് നബവി ഇമാം എന്താ, ഞാൻ യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് വിളിച്ചു, അത് ശിർക്കാണെന്നല്ലേ പറഞ്ഞത്? അല്ലേ? ശിർക്കാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? നബവി ഇമാമും ശിർക്ക് ചെയ്തോ? ഇപ്പൊ സ്വർഗത്തിൽ ഈ 4 ഒറ്റക്ക വിശാലമായ സ്വർഗത്തിൽ നിങ്ങൾക്ക് പേടിയാവൂലെ എങ്ങായിമാരെ? എന്താ നിങ്ങൾക്ക് പറ്റിപ്പോയത്? നിങ്ങൾ കരിമ്പിൻ കൂട്ടത്തിലേക്ക് ആനകളെ കട്ടയിച്ച വിട്ട പോലെ ഗവേഷണം കൊണ്ട് ഗവേഷണം, എന്നിട്ട് മുശ്രിക്കാക്കി ജബ്ബാറും പോയി, സക്കരിയും പോയി, ഷൗക്കാനും പോയി, ലോകപ്രസിദ്ധ പണ്ഡിതനായ നബവി ഇമാമും ശിർക്ക്. ഇത് വല്ലാത്തൊരു ശിർക്കാണല്ലോ. മൂപ്പരേതായാലും നമ്മള് സ്വർഗത്തിലാണ് അർപ്പിച്ചിനി, നമുക്ക് പേടിയാവൂലേന്നാ. അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണ്ട. ഞങ്ങള് സ്വർഗത്തിൽ പേടിക്കോ ഇല്ല എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണ്ട. കാരണം ഞങ്ങളെ സ്വർഗത്തിൽ എത്തിക്കാന്ന് പറഞ്ഞ റബ്ബ് അതിനുള്ളൊരു സംവിധാനം അവിടെ ഉണ്ടാക്കി എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് സലാമാണ്, അവിടെ ശാന്തിയാണ്, ഒരു പേടിയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പിന്നെ അഖീദയിലുണ്ടോ തർക്കം? പിന്നെ എന്തിനാ അശ്ശരി മാത്തുരീതി? അഖീദയിലാണത്. പള്ളിയുടെ ഭരണഘടന എടുത്ത് മൊയ്ലിയാമാർക്ക് എന്ത് ഭരണഘടന? പള്ളിയുടെ ഭരണഘടന എടുത്ത് മറിച്ചു നോക്ക്. ഇവിടെ പല പള്ളികളുടെയും ഭരണഘടനയിൽ അഖീദയിൽ അശ്ശരി, കർമ്മശാസ്ത്രത്തിൽ ശാഫിഈ എന്ന് എഴുതി വെച്ചത് കാണാം. എന്തുകൊണ്ട്? അശ്ശരി മാത്തുരീതി അഖീദകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളോട് തലശ്ശേരി എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾക്ക് കുറെ സംഗതികൾ ഞാൻ പഠിപ്പിച്ചു തരാം. പിന്നെ അള്ളാന്റെ വിശേഷണം അത് റസൂലിനില്ലേ, റഊഫ് റഹീം. എന്റെ പോയത്തക്കാര്, അള്ളാഹു ഒരു വിശേഷണം അള്ളാന്റെ റസൂലിന് കൂടി പറഞ്ഞാൽ ഉറപ്പല്ലേ അത് അള്ളാന്റെ മാത്രമല്ല? എന്താണ് ഈ ആളുകളുടെ അവസ്ഥ? അള്ളാന്റെ മാത്രം നമ്മൾ എന്തുകൊണ്ടാ പറയുന്നത്? അള്ളാഹ്ക്ക് മാത്രം പറഞ്ഞത് കൊണ്ട്. ഇവിടെ പറയാ അള്ളാഹ് റഹീം എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ തന്നെ മനസ്സിലായില്ലേ അത് റസൂലിന്റെ അള്ളാന്റെ മാത്രം വിശേഷണമല്ല. ഇവിടെ അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ട വിശേഷണം അത് അള്ളാഹു അല്ലാത്തവർക്ക് നിങ്ങൾ വെച്ചു. അതാണ് ലബദാരിബി പറഞ്ഞത്, അള്ളാഹു കാണുന്നത് പോലെ കാണും, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാൻ, അള്ളാഹു അറിയുന്നത് പോലെ അറിയാൻ, അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കാനുള്ള കഴിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. ചോദ്യമൊക്കെ മൂപ്പര് മറന്നുകയാണ്. കാരണം എന്താ? മൂപ്പര് വിചാരിച്ച ഇതിന്റെ മുകളിൽ ഇങ്ങനെ കെട്ടിപ്പണിഞ്ഞ് അയാൾ മുശ്രിക്കായില്ലേ, ഇയാൾ മുശ്രിക്കായില്ലേ, നബി മുശ്രിക്കായില്ലേ, മറ്റയാള് മുശ്രിക്കായില്ലേ എന്ന് ചോദിച്ച് രക്ഷപ്പെടാമെന്നാണ്. ഞങ്ങൾ ഒരാളെ മുശ്രിക്കാക്കുന്ന പണിയല്ല. ആരുടെ അരികിൽ ശിർക്ക് വന്നാലും, തൗഹീദിന് വിരുദ്ധമായ വീക്ഷണം ആരുടെ അടുത്ത് വന്നാലും ഞങ്ങളത് പറയും. നിങ്ങളെ മാതിരി മൂപ്പര് കഫറാ. പിന്നെ കെ.വി. മുഹമ്മദ് മുസ്ലിയാർ കുഫ്രിയത്ത് കാഫിറായി. പിന്നെ അങ്ങനെ അപ്പൊ ഇവരൊന്ന് ഈ കെ.വിനെ കാഫിറാക്കിയ അത് കെ.വി കാഫിർ അല്ലെങ്കിൽ കാഫിർ ആരുണ്ടാവുക? ഇവിടുത്തെ ആളല്ല, നിങ്ങളാണ് ഇതൊക്കെ ചെയ്തത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരെയും കാഫിറാക്കുന്ന മുശ്രിക്കാക്കുന്ന പണിയല്ല. ഞങ്ങൾ ജനങ്ങളോട് തൗഹീദ് പറഞ്ഞു കൊടുക്കുന്നു. അല്ലാഹു അല്ലാത്തവരോട് തേടുന്നവരോട് ഞങ്ങൾ പറയുന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനം, ഖുൽ പ്രഖ്യാപിക്കുക, ഇന്നമാ അദഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ തേടൂ, വലാ ഉശ്രികു ബിഹി അഹദാ, ആ അല്ലാഹുവിന്റെ കൂടെ ഞാൻ ആരെയും പങ്കു ചേർക്കില്ല. പള്ളിയിൽ നിന്ന് 5 നേരം ബാങ്ക് കേൾക്കുമ്പോ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് പ്രഖ്യാപിക്കുന്ന മുസ്ലിമിനോട് മുജാഹിദുകൾ പറയുന്നു, പ്രിയപ്പെട്ടവരെ, നമുക്ക് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് പ്രഖ്യാപിക്കാനുള്ള അർഹതയുണ്ടാകണമെങ്കിൽ ആ റസൂല് നടത്തിയ പ്രഖ്യാപനം നമ്മളും പ്രഖ്യാപിക്കണം. എന്ത്? ഇന്നമാ അദഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രയാസങ്ങളുടെ സന്ദർഭങ്ങളിൽ, പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ, അതല്ല സന്ദർഭങ്ങളിൽ തേടുകയുള്ളൂ. അള്ളാന്റെ റസൂലെ അത്രയേ തേടിയിട്ടുള്ളൂ. അല്ലാതെ ഈ കാന്തപുരം സമസ്തക്കാര് ഇന്ന് തേടിക്കൊണ്ടിരിക്കുന്ന ആളുകളെ പോലെ ഉള്ളവരോടോ അവരല്ലാത്ത മറ്റുള്ളവരോടോ അള്ളാഹുവിന്റെ റസൂല് ജീവിതത്തിൽ ഒരു സമയത്തും തേടിയിട്ടില്ല. ഇബ്രാഹിം നബിയോട് തേടിയിട്ടില്ല, ഇസ്മായിൽ നബിയോട് തേടിയിട്ടില്ല, ആദം നബിയോട് തേടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നാമും തേടേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ് എന്ന് ഈ സമൂഹത്തോട് പറയുക. എന്നിട്ടോ വലാ ഉശ്രികു ബിഹി അഹദാ, അതുകൊണ്ട് തന്നെ ആരോടെങ്കിലും പ്രാർത്ഥിച്ച്, അല്ലാഹു അല്ലാത്ത മറ്റാരോടെങ്കിലും പ്രാർത്ഥന നടത്തി, മറ്റാരോടെങ്കിലും ദുആ നടത്തി, ഇസ്തിഗാസ നടത്തി ശിർക്ക് ചെയ്യുകയില്ല എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുക എന്ന് ഈ സമൂഹത്തോട് പറയുകയും ഈ സമൂഹത്തെ അത് പഠിപ്പിക്കുകയുമാണ് മുജാഹിദുകൾ. അതിന് വിരുദ്ധമായ അഭിപ്രായം
അൽഹംദുലില്ലാ, അതാ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ പഠിക്കാത്തതിൻ്റെ ഒരു കുറവ് ഇവിടെ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് കാണുന്നു. കാരണം എന്താ അറിയോ, അശ്അരിയ മാതുരിദിയ തർക്കം അതുപോലെയാണ് ഇപ്പൊ ഈ തർക്കം നാം മുമ്പ് പറഞ്ഞത്. ഒരു കാര്യം മനസ്സിലാക്കണം, അശ്അരിയാക്കൾ കാഫിറാണോ മുശ്രിക്കാണോ എന്ന് ഒരൊറ്റ മാതുരിദിയ വിശ്വാസക്കാരനും പറയുന്നില്ല. അതെന്താന്ന് പോയി പഠിക്ക്. അതതിന്റെ തഫാസീലിലും അതിന്റെ മറ്റു വിഷയങ്ങളിലുമുള്ള ലഫ്ലിയായ തർക്കം മാത്ര. അതൊന്ന് പഠിച്ചിട്ട് വരൂ ബാക്കി കാര്യം കേട്ടോ. അതുകൊണ്ട് തന്നെ അതിങ്ങോട്ട് ഖിയാസാക്കണ്ട. നിങ്ങളുടെ കിതാബിൽ വളരെ വ്യക്തമായി എഴുതിയതാണ്. ഇത് അബ്ദുൽ ഹക്ക് സുല്ലമിയോട് പോയി ചോദിക്ക്, ഏത് ഈ മുസ്ലിം ഉമ്മത്തിന് ഇജ്തിഹാദിന് അനുവാദമുള്ളത് കർമാനുഷ്ഠാന കാര്യങ്ങളിൽ മാത്രമാണ്. ചോദിക്കുക അയാളോട് പോയിട്ട്, കർമാനുഷ്ഠാന കാര്യമാണോ യാ ഇബാദല്ലാഹി അയ്നൂനി എന്ന് പറയുന്നത്? അപ്പൊ എന്താ സംഭവം എന്നറിയോ, നിങ്ങളെ ഗവേഷണം അത് ആകെ നശിപ്പിച്ചു നിങ്ങളെ. അതാ നിങ്ങൾക്ക് സംഭവിച്ചത്. നിങ്ങളെല്ലാരും ഗവേഷണം ചെയ്തു, ജബ്ബാർ മൗലവി മുശ്രിക്കായി, അതുപോലെ തന്നെ ആരൊക്കെ മുശ്രിക്കായത് ആ ലിസ്റ്റ് എന്തായാലും ഒന്ന് പ്രസിദ്ധീകരിക്കേണ്ടി വരും. കായക്കൊടി പറഞ്ഞനുസരിച്ച് പിന്നെ സ്വർഗത്തിൽ മൂപ്പരി ഇവരാരും നബവി ആരും ഇല്ലാത്ത സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിന്റെ പേരാണോ നരകം, അവിടെ തന്നെ പിടിച്ചോങ്ങള് കേട്ടോ. അതങ്ങനെയൊക്കെ ഉണ്ടാവും. ശരിക്കും മനസ്സിലാക്കിക്കോളൂ. ഞങ്ങൾ കൃത്യമായി പറയുന്നു, അനസുമലവി നോക്കിയിട്ടൊന്നും കാര്യമില്ല, അതങ്ങനെ തന്നെ. അതൊക്കെ ഫിഖിന്റെ കാര്യത്തിലാ പറഞ്ഞ്. നിങ്ങൾക്കുണ്ടോ വല്ല അറിവും? എന്താ നിങ്ങൾക്ക് സംഭവിച്ചു പോയത്? എവിടെയാ നിങ്ങൾ ഉള്ളത് എന്ന് ഞങ്ങൾക്കറിയുന്നില്ല. ഏതായാലും ഇരിക്കട്ടെ, ചോദ്യം ഒന്നുകൂടി തരുന്നു. ഇപ്പൊ ആരൊക്കെ മുശ്രിക്കായത്? ജബ്ബാർ, പിന്നാര സക്കരിയ സലായി, ഇമാം നബവി, ഷൗക്കാനി. ഇനി പറയട്ടെ, നിങ്ങൾ പറഞ്ഞ വാദമനുസരിച്ച് അടുത്ത മുശ്രിക്കാവുന്നത് നിങ്ങൾ തന്നെ. നിങ്ങളും കാഫിർ. അതെങ്ങനെ? നിങ്ങൾ ഇത് ശിർക്കാണെന്ന് പറയുന്നതോടൊപ്പം വേറൊരു വാദം നിങ്ങൾക്കുണ്ട്. അതെന്താ? സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കണം. സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ അല്ലാന്ന് പറഞ്ഞോ. സിഹിർ എന്ന് പറഞ്ഞാൽ എന്താ? സിഹിർ എന്ന് പറഞ്ഞാൽ എന്താ? ജിന്നിനെയും ശൈത്താനെയും വിട്ട് അദൃശ്യമാർഗത്തിലൂടെയുള്ള സഹായം പ്രതീക്ഷിക്കുക. അതല്ലേ സിഹിർ? അതല്ലേ നിങ്ങളുടെ എ പി അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞെന്താ? സാധാരണ സ്വഭാവമില്ലാത്ത ഏത് സഹായ പ്രതീക്ഷയും തേട്ടവും പ്രാർത്ഥനയാണ്. അപ്പൊ സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിച്ചതോടെ നിങ്ങളുടെ നേരത്തെയുള്ള വാദമനുസരിച്ച് നിങ്ങളും മുശ്രിക്ക്. ചോദിക്കട്ടെ, എന്റെ അടുത്ത ചോദ്യം, നിങ്ങളെ കൂടാരത്തിൽ ഇനി മുശ്രിക്കല്ലാത്ത വേറെ ഏതെങ്കിലും സാധനം ഉണ്ടോ? ഉണ്ടോ? ജബ്ബാർ പോയി, സക്കരിയ സലായി പോയി, ഒടുവിൽ നിങ്ങളും പോയി. പോയത് മനസ്സിലായില്ല? ഇവർ പറഞ്ഞു അദൃശ്യ മാർഗത്തിലുള്ള സഹായം അള്ളാഹുവിനോട് മാത്രം, അള്ളാഹുവിൽ നിന്ന് മാത്രമേ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. ജിന്ന് അതുപോലെ മലക്ക് അദൃശ്യമാർഗത്തിലൂടെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ, പ്രതീക്ഷിച്ചാൽ അത് പ്രാർത്ഥന. അതേ പറഞ്ഞ കൗം എന്ത് വിശ്വസിക്കുന്നു? സിഹിർ ഫലിക്കും. സിഹിർ ഫലിക്കുമെന്ന് പറഞ്ഞാലോ സുബ്ഹാന ജല്ല ജലാലുഹു. സിഹിർ എന്ന് പറഞ്ഞാൽ അദൃശ്യമാർഗത്തിലുള്ള സഹായതേട്ടം. അപ്പോഴോ അപ്പൊ നിങ്ങളും മുശ്രിക്കായി. ഇപ്പൊ സ്വർഗത്തിൽ 4 ആളുമില്ല, അതും കാലിയായി. നിങ്ങൾക്ക് അഖീദ മനസ്സിലായിട്ടില്ല, കർമ്മശാസ്ത്രവും മനസ്സിലായിട്ടില്ല. ഞാനിവിടെ വായിച്ചു, ഇമാം നവവി സത്യത്തിൽ നിന്ന് വളരെ അകലെയാണ് എന്ന് എഴുതിയത്. കർമ്മശാസ്ത്ര വിഷയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയും ബാപ്പയും കാഫിറാണോ അല്ലേ എന്നതാ വിഷയം. അത് കർമ്മശാസ്ത്ര. അത് ഒന്നെടുക്കുമ്പോ തല 3 പ്രാവശ്യം തടവണമെന്നുള്ള പോലെയാ. ഏതാണ് ഇവർക്ക് അഖീദ മനസ്സിലായോ? ഇവർക്ക് കർമ്മശാസ്ത്രം മനസ്സിലായോ? അതിനെപ്പറ്റിയാ പറഞ്ഞത്. ഇമാം നവവിയുടെ പ്രസ്തുത പരാമർശം സത്യവുമായി ബഹുദൂരം അകലെയാണ്. അസത്യത്തിന്റെ ആളാണെന്നാണോ? തീർന്നില്ല. ഇത് പറഞ്ഞതിന്റെ പേരിലുണ്ടായ പ്രയാസം കൂടി. ഇത് ആരാ എഴുതിയത്? MK അബ്ദുൽ അസീസ് സഖാഫി വെള്ളയൂർ. പരിചയമുണ്ടല്ലോ ആളെ. അയാൾ പറയാണ്, മുല്ല അലിയുൽ ഖാരിയുടെ മയ്യത്ത് കുളിപ്പിക്കുന്നയാൾ നാവ് മുറിക്കപ്പെട്ട നിലയിൽ അദ്ദേഹത്തെ കണ്ടതായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ അവിശ്വാസിയായിരുന്നുവെന്ന് സമർത്ഥിക്കാൻ ഗ്രന്ഥരചന നടത്തിയതിന് ലഭിച്ച ശിക്ഷയായിരുന്നു അതെന്ന് സ്വപ്നത്തിലൂടെ കുളിപ്പിച്ചയാളെ അദ്ദേഹം അറിയിച്ചതായും അല്ലാമ സിന്ദി തവാലിഉൽ അൻവാർ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതായി മഹാനായ അഹമ്മദ് ഗോയശാലിയാത്തി ഉദ്ധരിക്കുന്നു എന്ന് പറയാണ്. ഇത് കർമ്മശാസ്ത്ര വിഷയായത്, അതല്ല വിശ്വാസ വിഷയോ. ഇനി കർമ്മശാസ്ത്രത്തിൽ ഇമാം മാലിക് റഹിമഹുല്ലാ ഒരു അഭിപ്രായം പറഞ്ഞു. അതാണോ അംഗീകരിക്കേണ്ടത്? അതല്ല സ്വഹീഹ ഹദീസാണോ? നിങ്ങളെ പഠിപ്പിച്ച നിങ്ങൾക്ക് ഒരുപാട് സംഗതികൾ നിങ്ങളെ തലശ്ശേരി വെച്ച് പഠിപ്പിച്ചെന്നില്ലേ മദ്ഹബ് എന്താന്ന്? അതേമാതിരി പലതും നിങ്ങൾ പഠിക്കാനുണ്ട്. കോട്ടക്കൽ പഠിപ്പിച്ചെന്നല്ലോ ജിന്നിനോട് സഹായം തേടലാണെന്ന്, ശിർക്കാണി എന്ന്. അത് കുന്നത്തേരിയിൽ വെച്ച് പഠിപ്പിച്ചല്ലോ. അപ്പോ ഇത് പഠിക്കാത്ത കുറവ് ഞങ്ങൾക്കല്ല, പഠിച്ചു എന്ന് വിചാരിക്കണ നിങ്ങൾക്കാണ് കുറവ്. നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പഠിക്കണമെങ്കിൽ ആവശ്യമായ ഒരുപാട് സംഗതി ഉണ്ട്. അതൊന്നും നിങ്ങൾക്കില്ല.
അതെന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ പഠിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഇത് അഖീദയാണ്, ഇത് വിശ്വാസമാണ്. സിഹിർ ഫലിക്കുമോ ഇല്ലേ? സംവാദം എഴുതിക്കോ, വ്യവസ്ഥ എഴുതിക്കോ. സിഹിർ ഫലിക്കുമെന്നത് മുജാഹിദുകൾ ഇന്നും ഇന്നലെയും പറയാൻ തുടങ്ങിയതല്ല. സിഹിർ ഫലിക്കുമെന്നത് നിങ്ങൾക്ക് വിഷയം മനസ്സിലായിട്ടില്ല. മലക്കുകൾ സഹായിക്കൂന്ന് വിശ്വസിച്ചാൽ ശിർക്കാവൂലേന്ന്. മലക്കുകൾ സഹായിക്കും. മലക്കുകളോട് സഹായം തേടാൻ പറ്റുമോ? അള്ളാഹു ചെയ്യാൻ പറഞ്ഞ പണി മലക്കുകൾ ചെയ്യും. അള്ളാഹു ചെയ്യാൻ പറഞ്ഞ പണി മലക്കുകൾ ചെയ്യും. മഴ പെയ്യിക്കുന്നവരുണ്ട്, നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്നവരില്ലേ മലക്കുകളുടെ കൂട്ടത്തിൽ? അതുകൊണ്ട് മലക്കുകളെ, നിങ്ങൾ അള്ളാഹ് ഈ പണി ഏൽപ്പിച്ചതാണല്ലോ, നിങ്ങൾ എനിക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തണേ എന്ന് തേടാൻ പറ്റുമോ? മലക്കുകൾ ഇസ്തിഗ്ഫാർ നടത്തും. അത് വിശ്വസിച്ചാൽ ശിർക്കല്ല. നേരെ മറിച്ച് മലക്കുകൾ ഇസ്തിഗ്ഫാർ നടത്തും എന്ന് വിചാരിച്ച് മലക്കുകളെ ഞങ്ങളെ സഹായിക്കണേ, ഞങ്ങൾക്ക് ഇസ്തിഗ്ഫാർ നടത്തണേ എന്ന് മലക്കുകളോട് തേടിയാൽ ശിർക്ക്. ഇതിപ്പോ ഞാൻ വിചാരിച്ചു നിങ്ങൾ കുറച്ചൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാ. ഇനിയിപ്പോ 1-ാം ക്ലാസ് തൊട്ട് വീണ്ടും ഇത് പഠിപ്പിച്ചു തരണം. എന്താണ് ഈ വ്യത്യാസം എന്നൊക്കെ 1-ാം ക്ലാസ് തൊട്ട് നിങ്ങളെ പഠിപ്പിക്കേണ്ട അവസ്ഥയിൽ നിങ്ങൾ എത്തി എന്നത് ഭയങ്കര സങ്കടം തന്നെയാണ്. ഈ കാര്യം ഞങ്ങൾ ഈ വിഷയം എല്ലാ കാലവും ജനങ്ങളോട് പറഞ്ഞതാണ്. അള്ളാഹിനോടെ തേടാൻ പാടുള്ളൂ, അള്ളാഹുവിനോടെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നേരത്തെ ഫൈസൽ ഹസനിയുടെ സംസാരം അതൊന്നുകൂടി നിങ്ങൾ ഓർമ്മിക്കണം. എന്താണ് അള്ളാഹുവിനോടെ തേടാൻ പാടുള്ളൂ എന്നത് രക്തത്തിൽ ഉറപ്പിച്ചവരാണ്. ആ രക്തത്തിൽ ഉറപ്പിച്ചാലാ ഈ ശിർക്കിന് തെളിവുണ്ടാക്കുന്നത്. ആലോചിച്ചോക്കെ നിങ്ങള്. ആ ഭാഗം മാത്രം എടുത്തിട്ട് കേൾപ്പിച്ചാൽ ഫൈസൽ ഹസനി വഹാബിയായി എന്ന് ആളുകൾ പറയാൻ തുടങ്ങും. അത് നിങ്ങൾ ഈ വിഷയം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. മുജാഹിദുകൾ അവരുടെ നിലപാട് കൃത്യമാണ്. അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്താ പ്രാർത്ഥന. അള്ളാന്റെ റസൂല് ചെന്നിട്ട് വലാ തദഉ മഅല്ലാഹി അഹദാ എന്ന് പറഞ്ഞപ്പോ മക്കയിലുള്ള ആളുകൾക്ക് മനസ്സിലായി എന്താ ചെയ്യാൻ പാടില്ലാത്തത്. നിങ്ങൾക്ക് മനസ്സിലായില്ല, നിങ്ങൾക്കത് മനസ്സിലായില്ല. അത് നിങ്ങളെ മനസ്സിലാക്കി തരാനായി സംവാദം. മൂപ്പർക്ക് സമയം കഴിഞ്ഞത് തന്നെ മനസ്സിലായിട്ടില്ല. അപ്പൊ ഏതായാലും സിഹിറിനെ സംബന്ധിച്ച് ഒന്നുകൂടി നിങ്ങളെ ഞങ്ങൾ പഠിപ്പിക്കാൻ പോകും. ശരിക്ക് കേട്ടോ, ശരിക്ക് വായിച്ചു കേട്ടോ, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും. അദർശ ലോകത്തിൽപ്പെട്ട പിശാചുക്കളുടെയും ജിന്നുകളുടെയും സഹായം തേടുകയും, ശരിക്കും കേട്ടോ, ഇനി വേറൊന്നും വലുവില്ല, വളരെ കൃത്യമാണ്. അദർശ ലോകത്തിൽപ്പെട്ട പിശാചുക്കളുടെയും ജിന്നുകളുടെയും സഹായം തേടുകയും അവരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ചിലത് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടുള്ളതാണ് ആഭിചാരവും മന്ത്രവാദവും. അപ്പൊ പിശാചിനോട് അതുപോലെ തന്നെ ജിന്നുകളോട് അവരെ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുക, അതാണ് സിഹിർ. ഇവിടെ ശ്രദ്ധിച്ചോ, നിങ്ങൾ എ പി അബ്ദുൽ ഖാദിർ മൗലവി പറഞ്ഞത് എന്താ? എ പി അബ്ദുൽ ഖാദിർ മൗലവി പറഞ്ഞത് ഒന്നുകൂടി വായിച്ചു തരാം. സാധാരണ സ്വഭാവമില്ലാത്ത ഏതു സഹായ പ്രതീക്ഷയും അവിടെ തേട്ടം വേണമെന്നില്ല. നിങ്ങൾ ഇത് എഴുതുമ്പോ ഓർക്കേണ്ടിയിരുന്നു. നിങ്ങൾ മേപ്പിട്ട് നോക്കി എഴുതി. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ സ്വഭാവമില്ലാത്ത ഏതു സഹായ പ്രതീക്ഷയും. അവിടെ തേട്ടമുണ്ടോ? ഇല്ല. അപ്പൊ സഹായ പ്രതീക്ഷയും തേട്ടവും പ്രാർത്ഥനയാണ്. സിഹ്ർ എന്ന് പറഞ്ഞാലോ അത് കാണാത്ത മാർഗത്തിലൂടെയുള്ള സഹായത്തെ പ്രതീക്ഷയാണ്, അല്ലേ? അത് ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ് എന്ന് നിങ്ങൾക്ക് വാദമില്ല. അത് വിശ്വസിക്കണമെന്നാണ് നിങ്ങൾ പറഞ്ഞത്. പോയി ഹനീഫ് മൗലവി, നിങ്ങളുടെ കാറ്റും പോയി, തീർച്ചയായും പോയി. കാരണം ജബ്ബാർ മൗലവിനെയും സക്കരിയ സലാഹിയെയും ഒക്കെ നിങ്ങൾ ആദ്യം പുറത്താക്കി, ഇപ്പൊ നിങ്ങളും പോയി. പിന്നെ നബവി ഇമാമിന്റെ ബഹ്ത്ത് ധൈര്യമുണ്ടോ? ഇപ്പൊ തന്നെ തയ്യാറായിക്കോ, പഠിപ്പിച്ചു തരാ നിങ്ങൾക്ക്. എന്താണ് അവിടെ നബി ഇമാം പറഞ്ഞത്? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയെ കുറിച്ച്, അബായിനെ കുറിച്ച് പറഞ്ഞതല്ലേ? ഇയാൾക്കുണ്ടോ എഴുത്തിക്കാതെ അറിയുന്നത്? പണ്ട് കഴിഞ്ഞു പോയ ഒരു വ്യക്തിയെ കുറിച്ചുള്ള വീക്ഷണം. അത് നമ്മളെ എഴുത്തിക്കാതിന്റെ ബാധ. ഈ ചെങ്ങായി എവിടെ നീച്ചു തരാ? ഒരു ബോധമില്ല. അതാ ഞാൻ പറഞ്ഞത്. ഇന്ന ആൾ എന്താണ് അതല്ല, ഈമാൻ കാര്യത്രേ അതിൽ വ്യത്യാസമില്ല, ശിർക്കത്രേ അതിൽ വ്യത്യാസമില്ല, എന്താ തൗഹീദ് അതിൽ വ്യത്യാസമില്ല. അല്ല നിങ്ങൾ യോഗം കൂടിയാൽ എങ്ങനെ ഉണ്ടാവും? എ പി മുശ്രിക്ക്, സക്കരിയ സലാഹി മുവഹീദും എങ്ങനെ ഉണ്ടാവും നിങ്ങളെ മീറ്റിംഗ്? അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, സിഹ്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? അദൃശ്യമാർഗത്തിലൂടെയുള്ള സഹായം പ്രതീക്ഷിക്കലാണ്. അത് ജിന്നിൽ നിന്നാവട്ടെ ശൈത്താനിൽ നിന്നാവട്ടെ, ആ പ്രതീക്ഷ പ്രാർത്ഥനയാണെന്ന് നിങ്ങളുടെ എ പി. അപ്പൊ നിങ്ങളും മുശ്രിക്കായില്ലേ? അതാണ് എന്റെ ചോദ്യം.
വിഷയം മാറ്റിയിട്ട് രക്ഷപ്പെടുത്താൻ ഒരിക്കലും നിങ്ങളെ ഞങ്ങൾ വിടുകയില്ല. മുജാഹിദ് പ്രസ്ഥാനം ഇനി ഒരുപാട് കാലം ജീവിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നണ്ട. ഒന്നിന്റെ ശേഷം ഒന്നായി പോയി. നബവി ഇമാം ശിർക്ക് ചെയ്തു നിങ്ങൾക്ക് പറയേണ്ടി വന്നു. ഷൗക്കാനിയെ തള്ളി, ജബ്ബാറിനെ തള്ളി, സർവരെയും തള്ളി, ഒടുവിൽ നിങ്ങളെ കാറ്റും പോയി. സിഹ്ർ ഫലിക്കുമെന്ന് വിശ്വസിച്ചതോടെ, കാരണം അത് ദൃശ്യമാർഗത്തിലുള്ള പ്രതീക്ഷ വെക്കലാണ്. പോയി. ഇനി നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ഇനി നല്ലത് അത് പിരിച്ചുവിടാൻ നിങ്ങൾക്ക് ഒരു യോഗം കൂടി പിരിച്ചുവിട്ടാളി. ഞാൻ ചോദിക്കട്ടെ, തേടിയാ മാത്രം ശിർക്കാവൂ? അപ്പൊ കഴിഞ്ഞു. നോക്കിയാ നിങ്ങള്, ഇയാൾക്ക് സിഹിർ മനസ്സിലായിട്ടില്ല. വായിച്ച എന്താ? ഈ സിഹിർ ചെയ്യുന്ന ആളാണ് ജിന്നിനോട് സഹായം തേടുന്നത്, ശിർക്കാണ്. നിങ്ങളെ കൂട്ടത്തിൽ സിഹിർ ചെയ്യണ മൊയ്ലിയന്മാരുണ്ടല്ലോ, ഓല് ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാണ്. അതിലാർക്കാ സംശയം? നേരെ മറിച്ച് സിഹിർ ഫലിക്കും എന്ന് വിശ്വസിച്ചാൽ അതിൽ ജിന്നിനോട് സഹായം തേടലുണ്ടോ? അതിൽ ജിന്നിനോട് സഹായം തേടുന്നുണ്ടോ? സിഹിർ ഫലിക്കും എന്ന് വിശ്വസിക്കുന്ന ആള് ജിന്നിനോട് സഹായം തേടുന്നില്ല. പിന്നെ ഇപ്പൊ പറഞ്ഞു ഇമാം നവവി എന്ന് പറഞ്ഞ പണ്ട് കഴിഞ്ഞു പോയ ഒരാളെ പറ്റി, പണ്ട് കഴിഞ്ഞു പോയ ഒരാളെ പറ്റി അബ്ദുല്ലാഹ് ബിൻ അബ്ദുൽ മുത്തലിബ് നോക്കുമ്പോ റളിയല്ലാഹു അൻഹു എന്ന് പറയണം, ആമിന എന്ന് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹാ എന്ന് പറയണം എന്ന് പഠിപ്പിച്ച മൗലവിമാരായത്.